ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത് നഗരസഭ. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. വിവിധ വാർഡുകളിൽ തെരുവ് നായകളുടെ ആക്രമണ ഭീഷണി വർദ്ധിച്ചതും പൊതുജനങ്ങളിൽ ആശങ്ക ഉയർന്നതും പരിഗണിച്ചായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. നിലവിൽ നഗരസഭയ്ക്ക് കീഴിൽ സ്ഥിരം ഡോഗ് ഷെൽട്ടർ സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു ഗുരുതര വിഷയത്തിൽ ദീർഘകാല പരിഹാര നടപടികൾ കൈക്കൊള്ളുന്നതിൽ ഭരണസമിതി വീഴ്ച വരുത്തുന്നതായി പ്രതിപക്ഷ കൗൺസിലർമാർ യോഗത്തിൽ ആരോപിച്ചു. വർഷങ്ങളായി തെരുവുനായ നിയന്ത്രണ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് എങ്കിലും ഷെൽട്ടർ നിർമ്മാണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ യാഥാർത്ഥ്യമായിട്ടില്ലെന്നും അവർ വിമർശിച്ചു. അതേസമയം കൃത്യമായ വാക്സിനേഷൻ നടപടികളും വന്ധ്യംകരണ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കാൻ കാരണമായതായി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. വിവിധ വാർഡുകളിൽ കുട്ടികൾക്കും വയോധികർക്കും ഉൾപ്പെടെ തെരുവുനായ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതായും കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. സ്കൂൾ പരിസരങ്ങൾ, ബസ് സ്റ്റാൻഡ് മേഖലകൾ, മാർക്കറ്റ് പ്രദേശങ്ങൾ, രാത്രികാലത്ത് ആളുകൾ സഞ്ചരിക്കുന്ന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ തെരുവുനായകളുടെ സാന്നിധ്യം കൂടുതലാണെന്ന പരാതികളും ഉയർന്നിട്ടുണ്ട്. ഇതിന് മറുപടിയായി ഡോഗ് ക്യാച്ചർമാരുടെ പ്രത്യേക സംഘത്തെ അടിയന്തരമായി വിന്യസിച്ച് ആക്രമണ സ്വഭാവം കാണിക്കുന്ന തെരുവ് നായകളെ പിടികൂടുന്നതിനുള്ള നടപടി ആരംഭിക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. കൂടാതെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വാക്സിനേഷൻ നടപടികൾ അതിവേഗം പൂർത്തിയാക്കുന്നതിനും കൂടുതൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനും തീരുമാനമായി. പൊതുജനങ്ങൾ ഭീതിയിലാകാതെ ജാഗ്രത പാലിക്കണമെന്നും തെരുവുനായ ആക്രമണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നഗരസഭയെയോ ആരോഗ്യ വിഭാഗത്തെയോ വിവരമറിയിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.